പാർലമെന്റ് വളപ്പിലെ അതിക്രമത്തിൽ രാഹുലിനെതിരെ ഡൽഹി പോലീസ് കേസെടുത്തു. നിയമോപദേശം ലഭിച്ചതിനെ തുടർന്നാണ് നടപടി. ബി.ജെ.പി. എംപിമാരുടെ പരാതിയിലാണ് കേസെടുത്തത്. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേർന്നുണ്ട്. ജിഷ്ണു, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിഷ്ണു, പാർലമെന്റ് വളപ്പിൽ കോൺഗ്രസ് അംഗങ്ങൾ നടത്തിയിട്ടുള്ള അതിക്രമവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഡൽഹി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇന്ന് രാവിലെ ഈ സംഭവം ഉണ്ടായതിനു ശേഷം ബി.ജെ.പി. എംപിമാർ ഡൽഹിയിൽ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലെത്തി നേരിട്ട് പരാതി നൽകിയിരുന്നു. ആ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയത് രാഹുലിന്റെ നേതൃത്വത്തിൽ, പ്രതിപക്ഷ നേതാവ് രാഹുലിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് അംഗങ്ങൾ എംപിമാരെ കയ്യേറ്റം ചെയ്യുകയും വനിതാ എംപിമാരെ അപമാനിക്കുകയും ചെയ്തു എന്ന പരാതി പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് നൽകിയിരുന്നു. തുടർന്ന് നിയമോപദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഡൽഹി പോലീസ് രാഹുലിനെതിരെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിന്റെ തുടർ നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. സെഷൻ 109, 115, 117 കൂടാതെ 351 തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് രാഹുലിനെതിരെ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ പ്രതികളെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നതും എഫ്ഐആറിന്റെ വിശദാംശങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ബി.ജെ.പി. നൽകിയിട്ടുള്ള പരാതിയിൽ ചൂണ്ടിക്കാട്ടിയതും പാർലമെന്റിലായിട്ട് പ്രശ്നങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പ്രതിപക്ഷ നേതാവ് രാഹുലാണ്. രാഹുലിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് അംഗങ്ങൾ പ്രകോപനപരമായി പെരുമാറുകയും എംപിമാരെ മർദ്ദിക്കുകയും ചെയ്തു. 2 എംപിമാർക്ക് പരിക്കേറ്റു. അതിലൊരാളുടെ നില ഗുരുതരമാണ്. അദ്ദേഹത്തെ ICUവിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് പോലീസ് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ പരാതി പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ രാഹുലിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഒപ്പം രാഹുൽ അകാരണമായി തട്ടിക്കയറിയെന്നും അപമാനിക്കുന്ന രീതിയിൽ പെരുമാറി എന്നുള്ളത് നാഗാലാൻഡിൽ നിന്നുള്ള വനിതാ MP ഫാഗ്നോൻ കൊന്യാക് പരാതി രാജ്യസഭാ ചെയർമാന് നൽകിയിരുന്നു. രാജ്യസഭാ ചെയർമാൻ ഇക്കാര്യം പരിശോധിച്ച് അതിന്മേലുള്ള തുടർ നടപടികളും ഉടൻ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. വിഷ്ണു. ശരി, ജിഷ്ണു ആണ് വിവരങ്ങൾ നൽകിയത്.